Illustration 1a. Buckingham Bros Bombay have a branch at Nagpur. So head office ബോംബെയിലാണ്, branch നാഗ്പൂരിൽ. They send goods at cost to their branch at Nagpur. So goods കോസ്റ്റിനാണ്, at cost ആണ് ചെയ്യുന്നത്. കോസ്റ്റിൽ സെൻഡ് ചെയ്യാം, ഇൻവോയ്സ് പ്രൈസിൽ സെൻഡ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ at cost ആണ്. However, direct purchases are also made by the branch for which payments are made at head office. സോ ബ്രാഞ്ച് നടത്തുന്ന ഡയറക്റ്റ് പർച്ചേസസിൻ്റെ പേയ്മെൻറ്റ് പേ ചെയ്യുന്നത് ആരാ? ഹെഡ് ഓഫീസ്. ഓൾ ദ ഡെയിലി കളക്ഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ബ്രാഞ്ച് ടു ദ ഹെഡ് ഓഫീസ്. എല്ലാ ഡെയിലി കളക്ഷനും ക്യാഷ് റിസീവ്ഡ് ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, എല്ലാ ക്യാഷ് കളക്ഷൻസും ഡെയിലി ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ നാഗ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ബൈ ഡെറ്റേഴ്സ് മെത്തേഡ്. സോ ഡെറ്റേഴ്സ് മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നാഗ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ മെയിനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്, ഡെറ്റേഴ്സ് മെത്തേഡ് ഉണ്ട്, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ് ഉണ്ട്. സോ ഡെറ്റേഴ്സ് മെത്തേഡിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഹെഡ് ഓഫീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. അതേപോലെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ബ്രാഞ്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. സോ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് ക്യാഷ് സെയിൽസ്. സോ ക്യാഷ് സെയിൽസ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ഹെഡ് ഓഫീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ദർ വിൽ ബി നോ എൻട്രി ബിക്കോസ് ബ്രാഞ്ചാണ് സെയിൽ നടത്തുന്നത്. സോ ബ്രാഞ്ചിൻ്റെ ബുക്സിൽ എൻട്രി ഉണ്ടാകുള്ളൂ. ഓക്കെ, സോ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ അപ്പോൾ എന്ത് ജേണൽ എൻട്രി വരും? ക്യാഷ് കിട്ടി, ഡെറ്റർ ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ, ബേസിക് ജേണൽ എൻട്രി. ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽസ്. സോ ക്രെഡിറ്റ് സെയിൽസിലും ഡെറ്റേഴ്സ് മെത്തേഡിൽ നോ എൻട്രി. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ക്യാഷ് വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഡയറക്റ്റ് പർച്ചേസസ് മെയ്ഡ് ബൈ ബ്രാഞ്ച് ആൻഡ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. സോ ബ്രാഞ്ച് നടത്തുന്ന പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് ടു ക്യാഷ്. സോ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. സോ ബ്രാഞ്ച് പർച്ചേസസ് റെക്കോർഡ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തിയത് ഹെഡ് ഓഫീസാണ്. സോ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ ടു ക്യാഷ് എന്ന് കൊടുത്ത്. സോ ബ്രാഞ്ച് നമ്മുടെ ഡെറ്ററായി ബിക്കോസ് വി പെയ്ഡ് ഫോർ ദ എക്സ്പെൻസസ് പർച്ചേസസ് ഓഫ് ദ ബ്രാഞ്ച്. സോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഡെറ്റേഴ്സ് മെത്തേഡിലും സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. നെക്സ്റ്റ് ജേണൽ എൻട്രി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വിൽ ബി റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സ്. അതായത് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ നടത്തുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ എൻട്രി ഉണ്ടാകും? ഇല്ല. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ബ്രാഞ്ച് റെക്കോർഡ് ചെയ്യും. സോ സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ സെയിൽസ് ക്രെഡിറ്റ് ചെയ്യും, അത് റിട്ടേൺ വരുമ്പോൾ ഡെബിറ്റ് ചെയ്യും. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു, നേരത്തെ നമ്മൾ ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തു ബിക്കോസ് ദേ ആർ റിസീവബിൾസ്. ഇനി അത് കുറഞ്ഞു, സോ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയക്കണേന്. സോ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ ഗുഡ്സ് കുറയും, സോ ഗുഡ്സിനെ ക്രെഡിറ്റ് ചെയ്യണം. ബ്രാഞ്ചിൻ്റെ ബുക്സിൽ ഗുഡ്സ് കൂടുന്നതുകൊണ്ട് ഗുഡ്സ് ഡെബിറ്റ് ചെയ്യണം. കറസ്പോണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വിൽ ബി ബ്രാഞ്ച് അക്കൗണ്ടും ഹെഡ് ഓഫീസ്. സോ ഡെറ്റേഴ്സ് മെത്തേഡിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. ദെൻ ട്രാൻസ്ഫർ ഫ്രം ഹെഡ് ഓഫീസ് ഫോർ പെറ്റി ക്യാഷ് എക്സ്പെൻസ്. സോ പെറ്റി ക്യാഷ് എക്സ്പെൻസിന് വേണ്ടി ഹെഡ് ഓഫീസ് പേയ്മെൻറ്റ് നടത്തുന്നതിന്. സോ പെറ്റി ക്യാഷ് പേ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി വിൽ ബി പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷ് പോയി, പെറ്റി ക്യാഷ് എക്സ്പെൻസ് ടു ക്യാഷ്. സോ ഇവിടെ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ ക്യാഷ് പോയി ടു ക്യാഷ്. ദെൻ ബ്രാഞ്ചിൻ്റെ ബുക്സിൽ പെറ്റി ക്യാഷ് കാണിക്കണം, എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. കറസ്പോണ്ടിങ് ആയിട്ട് ബ്രാഞ്ച് ഹെഡ് ഓഫീസ്. സോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു പെറ്റി ക്യാഷ് ടു ഹെഡ് ഓഫീസ്. ദെൻ നെക്സ്റ്റ് ഇസ് ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലൊന്നും വരില്ല, ബ്രാഞ്ചിൻ്റെ ബുക്സിൽ വരും. ബ്രാഞ്ചിൽ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയും, അതാണ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. സോ ഡെറ്റേഴ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. കറസ്പോണ്ടിങ് ഡെബിറ്റ് വിൽ ബി ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. ദെൻ ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സും സെയിം പോലെ തന്നെ ഡിസ്കൗണ്ട് ടു ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയുന്നു. ദെൻ റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന് ക്യാഷ് പേ ചെയ്തു. ഓക്കെ, സോ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ എന്ത് വരും? ഹെഡ് ഓഫീസിന് ക്യാഷ് കിട്ടി. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടി. ദെൻ ക്യാഷ് കംപ്ലീറ്റ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടാകില്ല, ബ്രാഞ്ച് സെൻഡ് ചെയ്തിട്ടുണ്ടാകും. സോ അതിന് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയും. സോ അതിൻ്റെ ജേണൽ എൻട്രി ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ബ്രാഞ്ച്. ദെൻ അതേപോലെ ബ്രാഞ്ചിൻ്റെ ബുക്സിൽ ജേണൽ എൻട്രി എന്ത് വരും? ക്യാഷ് പോയി. സോ ക്യാഷിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്, പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം ടു ക്യാഷ്. ആർക്കാ പേ ചെയ്യുന്നത്? ഹെഡ് ഓഫീസ് ടു ക്യാഷ്. ദെൻ ബ്രാഞ്ച് എക്സ്പെൻസസ് ഡയറക്ട്ലി പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. സോ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസസ് ഹെഡ് ഓഫീസ് പേ ചെയ്യുന്നതിന്. സോ ശരിക്കും എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സോ ബ്രാഞ്ചിൻ്റെ ആണ് എക്സ്പെൻസസ് ടു ക്യാഷ് ഹെഡ് ഓഫീസ് പേ ചെയ്തു. കറസ്പോണ്ടിങ് ബ്രാഞ്ച് ഹെഡ് ഓഫീസ്. സോ ജേണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ദെൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ, ബ്രാഞ്ചിൻ്റെ ബുക്സിൽ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാം.
Nagpur branch account prepare ചെയ്യുക. Opening balance impressed cash 2000, so 2000. Then sundry debtors 25,000, stock 24,000, stock transfer from head office 24,000, direct purchases 16,000. ഇത് അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസമാണ്. ഡയറക്റ്റ് പർച്ചേസ് വരെ ഓപ്പണിംഗ് സ്റ്റോക്കാണ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാഷ് സെയിൽസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ വരില്ല, ബിക്കോസ് ഇത് ഡെറ്റേഴ്സ് മെത്തേഡിലാണ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ക്യാഷ് സെയിൽസ് ബ്രാഞ്ച് നടത്തുകയാണ്, ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ വരില്ല, ക്രെഡിറ്റ് സെയിൽസ് വരില്ല. ദെൻ ഡയറക്റ്റ് പർച്ചേസസ്, സോ ഡയറക്റ്റ് പർച്ചേസസിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. Direct purchases are also made by the branch for which payments are made at head office. So head office ആണ് purchasesൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്. സോ ഹെഡ് ഓഫീസ് ക്യാഷ് പേ ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എത്ര 45,000, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 45,000 purchases made by branch. Then next return from customer, sales return head office എൻ്റെ അക്കൗണ്ടിൽ വരില്ല. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഫ്രം ഹെഡ് ഓഫീസ്, സോ ഹെഡ് ഓഫീസായിട്ട് ബന്ധപ്പെട്ടതാണ്. ജേണൽ എൻട്രി എന്താ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 60,000, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 60,000. ദെൻ ട്രാൻസ്ഫർ ഫ്രം ഹെഡ് ഓഫീസ് ഫോർ പെറ്റി ക്യാഷ് എക്സ്പെൻസസ്, സോ ഹെഡ് ഓഫീസ് പെറ്റി ക്യാഷ് എക്സ്പെൻസസിന് വേണ്ടി 4,000 കൊടുത്തു. ജേണൽ എൻട്രി എന്താ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 4,000 ഫോർ പെറ്റി ക്യാഷ് എക്സ്പെൻസസ്. ദെൻ നെക്സ്റ്റ് ബാഡ് ഡെറ്റ് വരില്ല, ഡിസ്കൗണ്ട് വരില്ല. റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് റിസീവ്ഡ് ബൈ ഹെഡ് ഓഫീസ്, സോ 1,65,000 ഹെഡ് ഓഫീസിന് റിസീവ് ചെയ്തു ബ്രാഞ്ചിൻ്റെ കയ്യിൽ നിന്ന്. സോ ജേണൽ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് 1,65,000 ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ റെമിറ്റൻസസ് ടു ഹെഡ് ഓഫീസ് നോട്ട് റിസീവ്ഡ് ബൈ ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസിന് കിട്ടിയിട്ടില്ല, റെമിറ്റൻസ് ആണ് പക്ഷേ അത്. സോ അതായത് എന്തത്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 5,000 ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ബ്രാഞ്ച് എക്സ്പെൻസസ് ഡയറക്ട്ലി പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്, സോ ബ്രാഞ്ച് എക്സ്പെൻസസ് 30,000 ഹെഡ് ഓഫീസാണ് പേ ചെയ്യുന്നത്. സോ അതും ജേണൽ എൻട്രി എന്താ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 30,000. ദെൻ നെക്സ്റ്റ് ക്ലോസിംഗ് ബാലൻസ് കൊടുക്കാം. ടു ക്ലോസിംഗ് ബാലൻസ് എന്തൊക്കെയാണ്, ഡയറക്റ്റ് സ്റ്റോക്ക് ഡയറക്റ്റ് പർച്ചേസ് 10,000. ദെൻ ട്രാൻസ്ഫർ ഫ്രം ഹെഡ് ഓഫീസ് 15,000. ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് അറിയില്ല, ഇൻട്രസ്റ്റ് ക്യാഷിൻ്റെ ബാലൻസ് അറിയില്ല. സോ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മെമ്മോറാൻഡം ഡെറ്റേഴ്സ് അക്കൗണ്ടും മെമ്മോറാൻഡം പെറ്റി ക്യാഷ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ദെൻ പെറ്റി ക്യാഷ് എക്സ്പെൻസ് 4,000 തന്നിട്ടുണ്ട്, സോ 4,000 പെറ്റി ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഡെറ്റേഴ്സിൻ്റെയും പെറ്റി ക്യാഷിൻ്റെയും ബാലൻസ് കിട്ടാനുണ്ട്, എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, സോ മെമ്മോറാൻഡം ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയാണ്, ടു നോ ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്. സോ സൺഡ്രി ഡെറ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് 25,000, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 25,000. പിന്നെ എന്തൊക്കെയാണ്, ബാഡ് ഡെറ്റ്. സോ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന വാല്യൂ ഒക്കെ ഡെബിറ്റ് ചെയ്യണം, കുറയുന്ന വാല്യൂസൊക്കെ ക്രെഡിറ്റ് ചെയ്യണം, അതായത് ഡെബിറ്റ് പ്ലസ് ക്രെഡിറ്റ് മൈനസ്. സോ ബാഡ് ഡെറ്റ്, ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയുകയാണ് 1,000, സോ ബാഡ് ഡെറ്റ് ക്രെഡിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് വാല്യൂ കുറയുകയാണ്, സോ 2,000 ക്രെഡിറ്റ് ചെയ്യുക. ദെൻ റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് റിസീവ്ഡ് ബൈ HO 1,65,000, റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് നോട്ട് റിസീവ്ഡ് ബൈ HO 5,000. സോ ടോട്ടൽ റെമിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 1,65,000 പ്ലസ് 5,000 1,70,000 ആണ് ടോട്ടൽ റെമിറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ ക്യാഷ് സെയിൽസ് നടത്തി അവർക്ക് എത്ര കിട്ടി, 45,000 കിട്ടി. സോ ക്യാഷ് സെയിൽസ് 45,000 കിട്ടി, ബാക്കി ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് കിട്ടിയ റെമിറ്റൻസ് ആണ്. ഓക്കെ, സോ ബാലൻസ് എമൗണ്ട് 1,25,000 എന്ന് പറയുന്നത് കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ടോട്ടൽ റെമിറ്റൻസ് എത്ര, 1,70,000, അതിൽ ക്യാഷ് സെയിൽസ് 45,000 ആണ്, ബാലൻസ് 1,25,000 വിൽ ബി കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്. സോ ജേണൽ എൻട്രി എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയണേലേ, സോ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം 1,25,000. ഹിഡൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണിത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലോസിംഗ് ബാലൻസ്, ക്രെഡിറ്റ് സെയിൽസ് കൊടുത്തില്ല, സോ ക്രെഡിറ്റ് സെയിൽസ് കൊടുക്കുക, ക്രെഡിറ്റ് സെയിൽസ് 1,30,000 കൊടുക്കുക. ജേണൽ എൻട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 1,30,000. ഡെറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ കൊടുക്കുക 24,000. ദെൻ നെക്സ്റ്റ് മെമ്മോറാൻഡം പെറ്റി ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് 2,000 കൊടുക്കുക. ദെൻ ട്രാൻസ്ഫർ ഫ്രം ഹെഡ് ഓഫീസ് ഫോർ പെറ്റി ക്യാഷ് എക്സ്പെൻസസ്, സോ ഹെഡ് ഓഫീസ് 4,000 ട്രാൻസ്ഫർ ചെയ്തു. ദെൻ പെറ്റി ക്യാഷ് എക്സ്പെൻസ് ആക്ച്വലി ഇൻകർഡ് 4,000,
സോ ക്യാഷ് അക്കൗണ്ടാണ് കൂടുമ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. സോ ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടി, 4000 കിട്ടി, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ദെൻ പെറ്റി ക്യാഷ് എക്സ്പെൻസ് വന്നത് 4000 ആണ്, ക്യാഷ് പോയി, 4000 ക്രെഡിറ്റ് ചെയ്യണം. ബാലൻസിങ് ഫിഗർ ബാലൻസ് ക്യാരി ഡൗൺ ആണ്, അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ കൊടുക്കുക. ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ നെറ്റ് പ്രോഫിറ്റ് വിച്ച് ഇസ് ടു ബി ട്രാൻസ്ഫർ ടു ജനറൽ P&L അക്കൗണ്ട്. സോ ഫോർ 5 അക്കൗണ്ട്സും വരയ്ക്കാം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, branch petty cash account, branch expense account, then branch P&L account. First, opening balances കൊടുക്കുക. Impressed cash. So, impressed cash 2000 ആണ് opening balance. Petty cash accountൽ to balance brought down 2000. Then, sundry debtors opening balance 25,000. So, debtors accountൽ to balance brought down 25,000. Then, stock opening balance of stock 24,000. Therefore, 24,000 ആണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എലോങ് വിത്ത് ഡയറക്റ്റ് പർച്ചേസസ്. സോ ഡയറക്റ്റ് പർച്ചേസസും സ്റ്റോക്കിനൊപ്പം ആഡ് ചെയ്ത്, സോ ടോട്ടൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 40,000 ആണ്. ദെൻ ക്യാഷ് സെയിൽസ്. സോ ക്യാഷ് സെയിൽസ് നടത്തുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. സോ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ നമ്മൾ പറഞ്ഞു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന് സിമിലർ ആണെന്ന്. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യും ബിക്കോസ് അത് ഇൻകം ആണ്. അതേപോലെ സ്റ്റോക്ക് അക്കൗണ്ടിലും സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യും. സോ ബൈ സെയിൽസ് എന്ന് പറഞ്ഞു കൊടുക്കുക. 3 ഡിവിഷൻ കൊടുക്കുക. ക്യാഷ്, ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്. എന്തെങ്കിലും സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ ക്യാഷ് സെയിൽസ് എത്രയാണ്? 45,000. സോ ക്യാഷ് 45,000. ദെൻ ക്രെഡിറ്റ് സെയിൽസ് 1,30,000. ഓക്കെ, ദെൻ ഡയറക്റ്റ് പർച്ചേസസ്. സോ ഡയറക്റ്റ് പർച്ചേസസും സ്റ്റോക്കിൽ തന്നെ കാണിക്കേണ്ടത് 45,000. സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് 45,000. ദെൻ റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സ്, അതായത് സെയിൽസ് റിട്ടേൺ ആണ്. നേരത്തെ പറഞ്ഞു മൈനസ് ചെയ്ത് കാണിക്കുക. 3,000 മൈനസ് ചെയ്ത് നെറ്റ് ഫിഗർ ഔട്ടർ കോളത്തിൽ കാണിക്കുക. ദെൻ റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സ് സെയിൽസ് റിട്ടേൺ കൊടുത്തു. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഫ്രം ഹെഡ് ഓഫീസ്. സോ സ്റ്റോക്ക് നമ്മുടെ കുറയണേണ്, അതായത് ഹെഡ് ഓഫീസിൻ്റെ സ്റ്റോക്ക് കുറയണേണ്, ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക് കൂടണേണ്. സോ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ നമ്മൾ ബ്രാഞ്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. സോ സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യണേണ്, 60,000 ഇൻക്രീസ് ചെയ്യണേണ്. ദെൻ ട്രാൻസ്ഫർ ഫ്രം ഹെഡ് ഓഫീസ് ഫോർ പെറ്റി ക്യാഷ് എക്സ്പെൻസസ്. സോ പെറ്റി ക്യാഷ് എക്സ്പെൻസസിന് വേണ്ടി ഹെഡ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. നേരത്തെ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ക്യാഷ് അക്കൗണ്ടാണ്, ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, അതായത് ഡെബിറ്റ് പ്ലസ് ക്രെഡിറ്റ് മൈനസ്. സോ ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ക്യാഷ് കൂടി ടു ഹെഡ് ഓഫീസ് 4,000. ദെൻ ബാഡ് ഡെറ്റ്സ് ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയ്ക്കുകയാണ്. ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ എന്താ? ഡെബിറ്റ് പ്ലസ് ക്രെഡിറ്റ് മൈനസ്. സോ കൂടിയിട്ടുണ്ടെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ബാഡ് ഡെപ്റ്റ് വാല്യൂ കുറയണേന്, സോ 1,000 ബാഡ് ഡെപ്റ്റ് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സ് വാല്യൂ കുറയണേന് ഡിസ്കൗണ്ട് 2,000 ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിച്ചു. റെമിറ്റൻസസിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 1,25,000 ഓൾറെഡി നമ്മൾ വർക്കിംഗ് നോട്ട് ചെയ്തതാണ്, അതും കൊടുക്കുക. 1,25,000 കൊടുക്കുക. ദെൻ ബ്രാഞ്ച് എക്സ്പെൻസസ് ഡയറക്ട്ലി പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. സോ ബ്രാഞ്ച് എക്സ്പെൻസസ് ഹെഡ് ഓഫീസ് പേ ചെയ്തു. സോ ജേർണൽ എൻട്രി എന്ത് വരും? ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ആരാ പേ ചെയ്തത്? ഹെഡ് ഓഫീസ്. സോ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് 3,000. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക്. സോ സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്ര? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡയറക്റ്റ് പർച്ചേസ് 10,000, ട്രാൻസ്ഫർ ഫ്രം ഹെഡ് ഓഫീസ് 15,000. സോ ടോട്ടൽ 25,000 ആണ് ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് അറിയില്ല, ഇംപ്രസ്ഡ് ക്യാഷിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് അറിയില്ല. ദെൻ പെറ്റി ക്യാഷ് എക്സ്പെൻസ്. സോ ജേർണൽ എൻട്രി എന്താ? പെറ്റി ക്യാഷ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പെറ്റി ക്യാഷ് 4,000 ക്യാഷ് പേ ചെയ്തു. സോ പെറ്റി ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പെറ്റി ക്യാഷ് എക്സ്പെൻസ്, അതേപോലെ തന്നെ ബ്രാഞ്ച് എക്സ്പെൻസിൻ്റെ ഡെബിറ്റ് സൈഡിലും 4,000 കാണിക്കാൻ വിട്ടുപോകരുത്. സോ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സോ ജേർണൽ എൻട്രി എന്താ? എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സോ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, രണ്ട് എഫക്റ്റ് വരും, രണ്ട് ജേർണൽ എൻട്രിയിൽ വരും. ഓക്കെ, സോ ഇനി ഓരോ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് P&L അക്കൗണ്ടിലേക്ക് പോകും, ഇത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ദെൻ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ക്യാരി ഡൗൺ. ദെൻ ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ക്യാരി ഡൗൺ. ബ്രാഞ്ച് എക്സ്പെൻസിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് P&L അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, സോ P&L അക്കൗണ്ടിലേക്ക് സ്റ്റോക്കിൻ്റെ ബാലൻസ് എടുത്തു. ദെൻ ബ്രാഞ്ച് എക്സ്പെൻസിൻ്റെ 34,000 ബാലൻസ് എടുത്തു.
ദെൻ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് എക്സ്പെൻസസ് ഉണ്ട്, അതായത് ബാഡ് ഡെപ്റ്റും ഡിസ്കൗണ്ടും. ഓക്കെ, ഈ രണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കുന്നതാണ്. സോ ആ രണ്ട് എക്സ്പെൻസും എടുക്കുക. ബിക്കോസ് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെയും എക്സ്പെൻസസ് അക്കൗണ്ടിൻ്റെയും ബാലൻസിങ് അഡ്ജസ്റ്റഡ് ബാലൻസിങ് ഫിഗർ എടുത്തു. ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ നമ്മൾ P&L അക്കൗണ്ടിൽ എടുക്കാത്തത് കൊണ്ട് തന്നെ ആ എക്സ്പെൻസസ് മാത്രം എടുത്ത് എഴുതാം. സോ ബാലൻസിങ് ഫിഗർ ഓഫ് ബ്രാഞ്ച് P&L അക്കൗണ്ട് വിൽ ബി നെറ്റ് പ്രോഫിറ്റ്.